നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. നോട്ടിലെ ന്യായം. നോട്ട് നിരോധനത്തെ ന്യായീകരിച്ച് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി. 500,000 രൂപ നോട്ടുകൾ നിരോധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ധീരമായ നടപടി. പരിഷ്കരണത്തെ തുടർന്ന് തുടക്കത്തിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, എന്നാൽ അത് ഭാവിയിൽ ഉപകാരപ്പെടുമെന്നും ജെയ്റ്റ്ലി. അതിനിടെ കറൻസി പ്രതിസന്ധി നീളുമെന്ന സൂചന നൽകി ധനമന്ത്രിയുടെ പ്രസ്താവന. നിരോധിച്ച അത്രയും നോട്ടുകൾ വിപണിയിൽ തിരിച്ചെത്തിക്കില്ല. നോട്ട് അസാധുവാക്കൽ പുതിയ തുടക്കം മാത്രമെന്നും പ്രതികരണം. മുഖം മൂടാത്ത മാന്യത. കറൻസി നിരോധനത്തിനു ശേഷം കള്ളപ്പണം ബാങ്കിൽ നിക്ഷേപിച്ചവർക്ക് നികുതി അടച്ച് മാന്യത കാട്ടാൻ അവസരം നൽകി കേന്ദ്ര സർക്കാർ. നിക്ഷേപം കള്ളപ്പണം എന്ന് വെളിപ്പെടുത്തിയാൽ നൽകേണ്ടത് 50% നികുതി. അതേസമയം കള്ളപ്പണത്തെ ആദായ നികുതി റിട്ടേണിൽ വരുമാനമായി കാണിച്ചാൽ നികുതിയും പിഴയുമായി ഈടാക്കുക നിക്ഷേപത്തിന്റെ 80% തുക. പുതുക്കിയ കള്ളപ്പണം വെളിപ്പെടുത്തൽ പദ്ധതി ലോക്സഭ ഈയിടെ പാസാക്കിയ ആദായ നികുതി നിയമ ഭേദഗതി അനുസരിച്ച് കള്ളപ്പണത്തിന് നികുതി അടച്ച നിയമ നടപടികൾ ഒഴിവാക്കാൻ ഇന്ന് പ്രാബല്യത്തിൽ വരുന്ന അവസരം മാർച്ച് 31 വരെ. വെളിപ്പെടുത്തൽ വിവരം ആദായ നികുതി വകുപ്പ് രഹസ്യമായി സൂക്ഷിക്കും. കള്ളപ്പണക്കാരിൽ നിന്ന് നികുതിയും പിഴയുമായി ഈടാക്കുന്ന തുക രാജ്യത്തെ ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് ഉപയുക്തമാക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പദ്ധതി നടപ്പാക്കുന്നത് ഈ തുക സമാഹരിച്ചു ആരംഭിക്കുന്ന ഗരീബ് കല്യാൺ യോജന വഴി. ഗ്രാമീണ മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം വിപുലമാക്കുവാനും പദ്ധതി. അഴിമതിയിൽ പുനർവിചാരണ. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അഴിമതിയിൽ പുനർവിചാരണയ്ക്ക് ഉത്തരവിട്ട് ഇറ്റാലിയൻ പരമോന്നത കോടതി. നടപടി കേസിൽ തടവ് ശിക്ഷ നേരിടുന്ന മുൻ കമ്പനി സിഇഒ ഗെയ്സ വോർസി നൽകിയ ഹർജിയിൽ. ഹെലികോപ്റ്റർ കരാർ നേടിയെടുക്കാൻ ഇന്ത്യയിലെ പ്രമുഖർക്ക് കൈക്കൂലി നൽകിയ കേസിൽ കമ്പനി മേധാവിക്ക് ലഭിച്ചത് 4.5 വർഷം തടവ്. അതേസമയം അഴിമതി ആരോപണത്തെ തുടർന്ന് CBI അറസ്റ്റ് ചെയ്ത മുൻ വ്യോമസേനാ മേധാവി SP ത്യാഗി അടക്കം 3 പേരെ CBI ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിയമ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ വിരോധമെന്ന് കോൺഗ്രസ് ആരോപണം. ഇളവ് തേടി ബെവ്കോ. ദേശീയപാതയോരത്തെ മദ്യഷോപ്പുകൾ അടച്ചുപൂട്ടണമെന്ന സുപ്രീം കോടതി ഉത്തരവിൽ റിവിഷൻ ഹർജിക്കൊരുങ്ങി ബിവറേജസ് കോർപ്പറേഷൻ. വിധിപ്പകർപ്പ് പഠിച്ച ശേഷം നിയമോപദേശം തേടാൻ തീരുമാനം. ഉത്തരവ് നടപ്പാക്കിയാൽ കോർപ്പറേഷന്റെ പകുതിയോളം ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ടി വരുമെന്ന് വിശദീകരണം. മദ്യഷോപ്പുകളുടെ ദൂരപരിധി നിശ്ചയിക്കാൻ റീജിയണൽ മാനേജർക്കും വെയർഹൌസ് മാനേജർമാർക്കും നിർദ്ദേശം നൽകും. ബിയർ വൈൻ പാർലറുകൾക്ക് കൂടി ഉത്തരവ് ബാധകമായാൽ പ്രതിസന്ധി സങ്കീർണമാകുമെന്നും വിലയിരുത്തൽ. സാഹചര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന് ബെവ്കോ MD H വെങ്കടേഷിന്റെ കത്ത്. ദേശീയ സംസ്ഥാന പാതയോരത്ത് 500 മീറ്റർ പരിധിയിൽ വരുന്ന എല്ലാ ബാറുകളും അടച്ചുപൂട്ടാൻ കോടതി ഉത്തരവിട്ടത് കഴിഞ്ഞ ദിവസം. നിലവിൽ ലൈസൻസ് ഉള്ളവർക്ക് പ്രവർത്തനാനുമതി മാർച്ച് 31 വരെ. ഉത്തരവ് കർശനമാക്കി നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശം. സ്വർണ്ണ-വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2,585 രൂപ, പവൻ 20,680 രൂപ, വെള്ളി ഗ്രാമിന് 55 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 5:30 കിരണ ചേരും. നമസ്കാരം.